അല്ല ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്ന വെച്ചിട്ട് സാധാരണ ഒരു ബൈക്ക് നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്യുമ്പോൾ, അതായത് മാരുതി 800, സെന്ന്, അൾട്ടോ അങ്ങനത്തെ കാറ്റഗറി പെടുന്ന വണ്ടി നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യങ്ങൾ വെച്ചാൽ, അതിൽ നമ്മൾ ഫസ്റ്റ് വണ്ടിന്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ, വണ്ടി സ്റ്റാർട്ട് ആക്കി കഴിഞ്ഞിട്ട് അബ്നോർമലി ഉള്ള സൗണ്ടിനെക്കാട്ടും സൗണ്ട് കൂടുതലുള്ള സൗണ്ടുകൾ ഉണ്ടെങ്കിൽ അത് മാക്സിമം നോക്കുക എവിടുന്നൊക്കെയാന്നുള്ള. നോർമലായിട്ടുള്ള സൗണ്ട് ആയിരിക്കും ഇത്. മാരുതി 800ന്റെ മെയിനായിട്ട് ഓയിൽ ലീക്ക് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. വാൾക്കാർ ലീക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ പാക്കിങ്ങും കാര്യങ്ങളും, അതുപോലത്തെ അതിന്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ. ഇതിപ്പോ മാരുതി 800 MPFI ടൈപ്പ് വരുന്നത്. കാർബറേറ്റർ ആണെങ്കിൽ കാർബറേറ്ററിന്റെ അടിയിൽ ലീക്ക് കാര്യങ്ങളുണ്ടോ, അതുപോലെ തന്നെ ബാറ്ററി കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത്. ഇപ്പോൾ പുതിയ ബാറ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ തട്ടിയ മുട്ടുണ്ടോ നോക്കുക, മെയിനായിട്ട് അപ്പുറം രണ്ട് സൈഡ് അപ്പുറവും കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ 4 ടയേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാക്സിമം നോക്കുക. ടയേഴ്സിന്റെ കാര്യം ഇതിലേക്ക് വരുമ്പോഴേ, ഇതിന്റെ മുകളിൽ ഒരു ഇൻഡിക്കേറ്റർ കാണാം, ഒരു ത്രികോണത്തിലുള്ള ഒരു അടയാളം കാണില്ല, ഇതാണ് ഇതിന്റെ ഇൻഡിക്കേറ്റർ. അപ്പോൾ മാക്സിമം ഇതിന്റെ താഴോട്ടുള്ളത് ബൈക്കിലാണെങ്കിൽ മൊട്ട ടയർ ആയിരിക്കും. അപ്പോൾ 4 ടയേഴ്സും കാര്യങ്ങളും ഇത് നോക്കുക. അതുപോലെ തന്നെ ടയേഴ്സിന്റെ ഒറിജിനൽ ആണോ ഡൂപ്പാണോ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ചെക്ക് ചെയ്യുക. പിന്നെ ഉള്ള കാര്യങ്ങൾ വെച്ചാൽ വണ്ടിന്റെ ബോഡീസ് കാര്യങ്ങളൊക്കെ മെയിനായിട്ട് നോക്കുക. ഈ സ്ക്രാച്ച് ഉണ്ടോ, അതുപോലെ തന്നെ മുട്ടിയുണ്ടോ, അങ്ങനെ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് നോക്കുക.